إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسري لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം, നിത്യമായ ജാഗ്രത എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായും തങ്ങളുടെ റബ്ബിനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവരും, വല്ലദീന ഹും ബി ആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, അല്ലാഹുവിന്റെ ആയാത്തുകളിൽ വിശ്വസിക്കുന്നവരുമാണ്. വല്ലദീന ഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ, അവരുടെ റബ്ബിൽ ഒരു തരത്തിലും പങ്കു ചേർക്കാത്തവരാണവർ. വല്ലദീന യുതൂന മാ അതൗ വ ഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കും. അവർ ചെയ്യേണ്ടത് ചെയ്യുന്നവരാണ്, അവർ കൊടുക്കേണ്ടത് കൊടുക്കുന്നവരാണ്, അവർ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുന്നവരാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ റബ്ബിൽ മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞുകൂടുന്നവരാണ്. അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുന്നവരാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നിടുന്നവരാണ്, നന്മകളിൽ മുന്നോട്ട് ഗമിക്കുന്നവരാണ്. ഏതേത് നന്മകളുണ്ടോ അതിലൊക്കെയും അവരുണ്ടാവും. വഹും ലഹാ സാബിഖൂൻ, അവരത്രേ അവരിൽ മുമ്പേ ചെന്നെത്തുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ അടയാളങ്ങളായി ഖുർആനിൽ പലതും പറഞ്ഞിടത്ത് ഒരിടത്ത് ഇത് സൂചിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സംശയമുണ്ടായി. വല്ലദീന യുതൂന മാ അതൗ വ ഖുലൂബുഹും വജില, അവർ ചെയ്യേണ്ടത് ചെയ്യുന്നവരാണ്, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുന്നവരാണ്. എന്താണത്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വ യസ്രിഖൂൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവർ കള്ളു കുടിക്കുന്നവരാണോ, അവർ മോഷ്ടാക്കളാണോ? അവർ ചെയ്യേണ്ടതൊക്കെയും ചെയ്യുന്നവരാണ്, പക്ഷെ അവർ പേടിച്ചു വിറക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ കള്ളു കുടിക്കുന്നവരാണോ, അവർ മോഷ്ടാക്കളാണോ? അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിന്ത സിദ്ദീഖ്, ഏ സിദ്ദീഖിന്റെ മകളെ, അങ്ങനെയല്ല. വലാകിന്നഹും അല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് നോൽക്കുന്നവരാണ്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. പക്ഷേ വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. പക്ഷേ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ലയോ എന്നോർത്ത്
അവർ ബേജാറാകുന്നവരാണ്, അവർ നടുങ്ങുന്നവരാണ്, അവർ ആ രൂപത്തിൽ കഴിയുന്നവരാണ്. ചെയ്യുന്ന കർമ്മങ്ങൾ എമ്പാടുണ്ടാവും, പക്ഷേ അത് അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ? ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് 5 നേരം ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് നോൽക്കാൻ പോവുകയാണ്, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, ഞാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഉംറയ്ക്ക് പോകാറുണ്ട്, ഒക്കെയും ഞാൻ ചെയ്യുന്നവരാണ്. പക്ഷേ എൻ്റെ ഈ സൽക്രമങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ? എന്നിൽ നിന്ന് അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് ഉയർത്തിയിട്ടുണ്ടാകുമോ എന്നോർത്ത് പേടിച്ച് വിറക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആ ആയത്തിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, നമുക്കറിയാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കള് വത്ലു അലൈഹിം നബഅ ഇബ്നി ആദം ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യതഖബ്ബൽ മിനൽ ആഖർ. അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, 2 പേരും ബലി കൊടുത്തു. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ബലികർമ്മം സ്വീകരിച്ചു, മറ്റേയാളിന് സ്വീകരിച്ചില്ല. സ്വീകരിക്കപ്പെടാത്ത ആൾ സ്വീകരിച്ച ആളോട് പറഞ്ഞു, ഖാല ലഅഖ്തുലന്നക, നിന്നെ ഞാൻ വധിച്ചു കളയും. അപ്പൊ സ്വീകരിച്ച ആൾ പറഞ്ഞു, ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? തഖ്വയുള്ളവരിൽ നിന്നാണ്, മുത്തഖീകളിൽ നിന്നാണ്. എല്ലാവരും കർമ്മങ്ങൾ സ്വീകരിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റെടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല കർമ്മങ്ങൾ ഏറ്റെടുക്കുന്നത്, അവൻ ഉയർത്തുന്നത്, അവൻ സ്വീകരിക്കുന്നത് അത് തെക്കു വെച്ച് പുലർത്തുന്നവരിൽ നിന്നാണ്. സഹോദരന്മാരെ, ചാഞ്ചാട്ട മനസ്സുള്ള കപടന്മാരുടെ കർമ്മങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും സ്വീകരിക്കുകയില്ല. അതിന്റെ കാരണം എന്താണ്? വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി വലാ യഅതൂന സ്വലാത ഇല്ലാ വഹും കുസാലാ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുക, അവരുടെ പക്കൽ നിന്ന് അവരുടെ ദാനം സ്വീകരിക്കാതിരിക്കുവാൻ കാരണം ഇത് മാത്രമാണ്, ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി, അതെ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവർ നിഷേധിച്ചു കളഞ്ഞു. വലാ യഅതൂന സ്വലാത ഇല്ലാ വഹും കുസാലാ, അവർ നിസ്കാരത്തിൽ വരികയില്ല മടിയന്മാരായിക്കൊണ്ടല്ലാതെ. നിസ്കരിക്കണമല്ലോ എന്ന് ഓർത്ത് നിസ്കരിക്കാം, അള്ളാഹു സ്വീകരിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ടുള്ള നിസ്കാരമല്ല. ആരെങ്കിലും കാണണമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ, പള്ളിയിൽ ജമാഅത്തിന് വരാതിരുന്നാൽ എന്ന് വിചാരിച്ച് വരിക. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, ഉറപ്പോടെ വെറുപ്പോടെ അല്ലാതെ ധനം അവർ ചെലവഴിക്കുകയില്ല, ഇഷ്ടത്തോടെ ചെലവഴിക്കുകയില്ല. എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ, പള്ളിക്ക് കൊടുക്കുമ്പോൾ, മദ്രസക്ക് കൊടുക്കുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചെലവഴിക്കാം. അങ്ങനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുകയില്ല എന്നാണ്. സഹോദരന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നർ റജുല ലയുസല്ലി 60 സന, ഒരു മനുഷ്യൻ 60 വർഷം നിസ്കാരം നിർവഹിക്കും. വമാ തുഖബ്ബലു ലഹു സലാ, എന്നാൽ അവന്റെ നിസ്കാരത്തിൽ നിന്ന് ഒന്നുപോലും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിട്ടുണ്ടാവുകയില്ല. ലഅല്ലു യുതിമ്മി റുകൂ വലാ യുതിമ്മ സുജൂദ്, ചിലപ്പോ റുകൂ പൂർത്തിയായിട്ടുണ്ടാവും, സുജൂദ് പൂർത്തിയായിട്ടുണ്ടാവുകയില്ല. വയുതിമ്മ സുജൂദ വലാ യുതിമ്മ റുകൂ, ചിലപ്പോ സുജൂദ് പൂർത്തിയായിട്ടുണ്ടാകും, റുകൂ പൂർത്തിയായിട്ടുണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുള്ളൊരു നിസ്കാരം, ആ നിസ്കാരം അല്ലാഹുവിലേക്ക് ഉയരുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉമ്മമാരോട് നല്ല സ്നേഹത്തിലായിരിക്കും, ഉമ്മാനോട് നല്ല സ്വഭാവത്തിൽ നമ്മൾ പെരുമാറും. എന്നാൽ നമ്മുടെ ഭാര്യയോടുള്ള സ്വഭാവം എങ്ങനെയായിരിക്കും? ഒന്നുണ്ട്, ഒന്നില്ല. നമ്മൾ കാണുന്ന ആൾക്കാരോടൊക്കെ നല്ല സ്വഭാവത്തിലും നല്ല ഇടപാടിലായിരിക്കും. എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി നമ്മുടെ കൂടെ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ ഭാര്യയുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? ഒന്നുണ്ടാവും, ഒന്നുണ്ടാവുകയില്ല. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ പൂർണ്ണമായ രീതിയിലുള്ള ഇസ്ലാമിനെ കൊണ്ട് നടക്കുന്നവരിൽ നിന്ന് ഖുശൂഉം ഭയഭക്തിയും വെച്ച് പുലർത്തുന്നവരാണ് അവരിൽ നിന്നാണ് കർമ്മങ്ങൾ ഏറ്റെടുക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലേ അനസ് ബിൻ മാലിക് ദിമഷ്കിലെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാനായ സുഹരി റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഞാൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു. അനസ് ബിൻ മാലിക് മഹാനായ സഹാബിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് വർഷങ്ങളോളം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനായ സഹാബിയാണ്. അദ്ദേഹം പള്ളിയിൽ വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ലാ അഅരിഫു ശൈഅൻ മിമ്മാ അദ്റക്തു ഇല്ലാ ഹദീസ സലാം,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ഒരു അടിയാളങ്ങളും മുസ്ലിങ്ങളിൽ ഞാൻ കാണുന്നില്ല. ഞാനൊക്കെ കാണുന്നത് ഇവർ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ്. നിസ്കാരം തന്നെ അത് പാഴാക്കപ്പെട്ടിരിക്കുന്നു. അവരിലുണ്ടായിരുന്ന ഒരു സ്വഭാവവും ഇന്ന് ഞാൻ മുസ്ലിങ്ങളിൽ കാണുന്നില്ല. ആകെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെ പാഴാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സഹാബി പള്ളിയിൽ വെച്ച് കരിയുന്ന കാഴ്ച താബീകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സഹോദരന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. അവ്വലു മാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാ. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടിമകളിൽ ആദ്യം വിചാരണ ചെയ്യുന്നത് നിസ്കാരമാണ്. അത് ശരിയായാൽ അവന്റെ എല്ലാ സൽക്രമങ്ങളും ശരിയായി. ഒരാളുടെ നിസ്കാരത്തെ കുറിച്ചുള്ള വിചാരണയിൽ അവൻ രക്ഷപ്പെട്ടാൽ അവന്റെ എല്ലാ സൽക്രമങ്ങളും ശരിയായി. എന്നാൽ നിസ്കാരത്തെ കുറിച്ചുള്ള വിചാരണയിൽ അവൻ പരാജയപ്പെട്ടാൽ അവന്റെ സകല സൽക്രമങ്ങളും പൊളിഞ്ഞു പോകുമെന്നാണ്. സഹോദരന്മാരെ, നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സുബഹി നിസ്കാരം എപ്പോഴാണ് കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തിരക്ക് പിടിച്ചാൽ, എന്തെങ്കിലും ശുഗലിലായാൽ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥകൾ എന്താണ്? ഒന്നിച്ച് നിസ്കരിക്കുകയാണോ നമ്മൾ ചെയ്യാറ്? എന്തെങ്കിലും അവസ്ഥയിൽ രോഗാവസ്ഥയിലായി ഒന്ന് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു, അപ്പോൾ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഒന്ന് ഐസിയിൽ കിടക്കേണ്ടി വന്നു, ബോധമുണ്ട്, മറ്റെല്ലാം ഉണ്ട്, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നിസ്കാരം നമ്മൾ ഇന്ന് ശരിയായാൽ മറ്റുള്ള സകല കർമ്മങ്ങളും ശരിയായി എന്നാണ്. നിസ്കാരം നമ്മൾ ഇന്ന് മോശമായാൽ, പൊളിഞ്ഞു പോയാൽ മറ്റേത് കർമ്മങ്ങളും നമ്മൾ ഇന്ന് പൊളിഞ്ഞു പോകുമെന്നാണ്. സഹോദരന്മാർ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന അഹദക്കും ഇദാ കാമ യുസല്ലി ഇന്നമാ യുനാജി റബ്ബഹു. നിങ്ങളിൽ ഒരാൾ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ തന്റെ നാദിറുമായി സംഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ എഴുന്നേറ്റ് നിന്നത് എന്ന് അവൻ ചിന്തിക്കട്ടെ. അവൻ എങ്ങനെയാണ് തന്റെ റബ്ബുമായി സംഭാഷണം നടത്തുന്നത്? തന്റെ റബ്ബുമായി എങ്ങനെയാണ് സംഭാഷണം നടത്തുന്നത്? യാന്ത്രികമാണോ നമ്മുടെ നിസ്കാരങ്ങൾ? അങ്ങനെയാണോ? അവൻ ചിന്തിച്ചു കൊള്ളട്ടെ, തന്റെ റബ്ബുമായി എങ്ങനെയാണ് അവന്റെ നിസ്കാരത്തിൽ അവൻ സംഭാഷണം നടത്തുന്നത് എന്ന് അവൻ ചിന്തിച്ചു നോക്കട്ടെ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔസി ഉന്നാസി സരിക്കത്തല്ലദി യസ്രിക്കു മിൻ സലാത്തിഹി. അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടമായ മനുഷ്യൻ എന്ന് പറയുന്നത് നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവരാണ്. നിസ്കാരത്തിൽ മോഷണം നടത്താം. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ യസ്രിക്കു മിനസ് സലാ. നിസ്കാരത്തിൽ എങ്ങനെയാണ് മോഷണം നടത്താൻ പറ്റുക അല്ലാഹുവിന്റെ പ്രവാചകരെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതിമറുഖുഹ വലാ സുജുദഹ. അവൻ ഈ യാന്ത്രികമായിട്ടായിരിക്കും നിസ്കരിച്ചിട്ടുണ്ടാകുക. ഒരു തരത്തിലൊരു പൂർണ്ണത വന്നിട്ടുണ്ടാകുകയില്ല. ഇപ്പൊ സുജൂദിൽ സിക്റുകൾ ചെല്ലുന്നു, അതിൽ എങ്ങനെയാണ് ചെല്ലിയത് അതൊന്നും അവന് ഓർമ്മയുണ്ടാകുകയില്ല. അത്യാത്തവൻ അങ്ങനെ കഴിച്ചുകൂട്ടി, ഇടയിലുള്ള ഇരുത്തം എന്തോ യാന്ത്രികമായി അങ്ങ് നടത്തി. ഒന്നെങ്കിൽ ഏതെങ്കിലും പൂർത്തിയാകും, അല്ലെങ്കിൽ ഒന്നും പൂർത്തിയായിട്ടുണ്ടാവുകയില്ല. അവനാണ് നിസ്കാരത്തിൽ മോഷണം നടത്തുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു മുസ്ലിം നിർബന്ധ നിസ്കാരത്തിന് സമയമായി, അവൻ നല്ല രീതിയിൽ ഉളവെടുത്തു, അവൻ ഭയഭക്തിയിലൂടെ അവൻ തയ്യാറായി, അവൻ സുജൂദ് ചെയ്തു, റുക്കൂ ചെയ്തു, ഇല്ല കാനത്ത് കഫാറത്തൻ ബിമാ ഖബലഹാ മിനസ് ദുനൂബ് മാ ലം തുഖ്ത കബീറ. അതെ, വൻ പാപം അവൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവൻ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അവൻ നിന്ന് മായ്ച്ചു കളയും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉളവെടുത്തു, ഭയഭക്തിയോടുകൂടി നിസ്കാരത്തിന് അവൻ തയ്യാറായി, ഖുശൂഅോടുകൂടി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ നിസ്കാരത്തിന് തയ്യാറായാൽ അവൻ വൻ പാപം ചെയ്യാത്ത കാലത്തോളം അവന്റെ ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും ഒരു നേരത്തെ നിസ്കാരം കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഭയഭക്തി മനസ്സിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടുള്ള ആരാധന കർമ്മങ്ങളാണ് അള്ളാഹുവിലേക്ക് ഉയരുന്നത്. നോമ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഹുദൈഫത്ത് ഇബ്നു യമാൻ, മഹാനായ സഹാബിയാണ്, അദ്ദേഹം പറഞ്ഞു, ഇയ്യാകും വഖുശുവൻ നിഫാഖ്. നിങ്ങൾ കപടതയുള്ള ഭയഭക്തിയെ സൂക്ഷിക്കണം, കാപട്യമുള്ള ഭയഭക്തിയെ സൂക്ഷിക്കണം. വക്കീലല്ലഹു വമാ ഖുശുവൻ നിഫാഖ്. എന്താണ് കാപട്യമുള്ള ഭയഭക്തി എന്ന് പറഞ്ഞാൽ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൻതറഹൽ ജസദ ഖാശിയൻ വഖൽബു ലൈസ ബി ഖാശിയൻ. അതെ, ശരീരം ഭയഭക്തിയുള്ളതായി കാണിക്കും, നല്ല താടിയുണ്ടാവും, തലപ്പാവുണ്ടാവും, നിസ്കാര തായ്മുണ്ടാവും, ഒക്കെ ഉണ്ടാവും, പക്ഷെ ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാവുകയില്ല.
ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാവുകയില്ല. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഴുത്ത് ഇങ്ങനെ ചരിച്ച് സുജൂദിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, യാ സാഹിബ റഖബ, ഈ കഴുത്തിന്റെ ഉടമേ, ഇർഫ റഖബക, നിന്റെ കഴുത്ത് ഉയർത്ത്. ലൈസൽ ഖുശൂ ഫിൽ റിഖാബ്, കഴുത്തിലല്ല ഭയഭക്തി, കഴുത്തിലല്ല. ഇന്നമൽ ഖുശൂ ഫിൽ ഖുലൂബ്, ഹൃദയത്തിലാണ് ഭയഭക്തി ഉള്ളത്, ഹൃദയത്തിലാണ് ഭയഭക്തി ഉള്ളത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബ വകാനു ലനാ ഖാശിയീൻ. അവർ സൽക്കർമ്മങ്ങൾ എമ്പാട് ചെയ്യുന്നവരാണ്. അവർ ആശിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും നമ്മോട് ദുആയിരിക്കുന്നവരാണ്. സൽക്കർമ്മം ചെയ്യും, ആശിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും നമ്മോട് ദുആയിരിക്കും. വകാനു ലനാ ഖാശിയീൻ, അവർ നമ്മോട് ഭയഭക്തിയുള്ളവരാണ്. അവർ നമ്മോട് ഭയഭക്തിയുള്ളവരാണ്. അവർ സൽക്കർമ്മങ്ങൾ എമ്മോട് ചെയ്യുന്നവരാണ്. പക്ഷേ ആശിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മോട് ദുആയിരിക്കുന്നവരാണ്. വകാനു ലനാ ഖാശിയീൻ, അവർ നമ്മോട് ഭയഭക്തിയുള്ളവരാണ്. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ തന്നെ നൽകപ്പെടുന്നു എന്നാണ്. എന്താണ് അതിന്റെ വിശദീകരണത്തിൽ തഫ്സീർ സഅദിയിൽ കാണാം, ദുനിയാവിലുള്ള കാഫിറുകൾക്കും മൂമിനുകൾക്കും ഒരുപോലെ ഉപജീവനം കിട്ടും. ചിലപ്പോൾ വിശ്വാസികളെക്കാൾ ഉപജീവന മാർഗം കിട്ടുക കാഫിറുകൾക്കായിരിക്കും. എന്നാൽ ഹൃദയത്തിന്റെ ധന്യത, ഹൃദയത്തിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ആർക്കാ കിട്ടുക? മിനൽ ഇൽമി വൽ ഈമാനി വ മഹബ്ബത്തുല്ലാഹ് വ ഖശിയത്തുഹു വ റജാഇ വ നഹ്വി ദാലിക. അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുള്ളവർക്കാണ്, ഈമാനുള്ളവർക്കാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹം വെച്ച് പുലർത്തുന്നവർക്കാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി വെച്ച് പുലർത്തുന്നവർക്കാണ്, അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവർക്കാണ്. വലാ യുഖ്തീഹാ ഇല്ലാ മൻ യുഹിബ്ബ്. ഇങ്ങനെ വെച്ച് പുലർത്താത്ത, ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുത്താത്തവർക്ക് ഒന്നും ഹൃദയത്തിന്റെ റിസ്ക് ലഭ്യമല്ല, ഹൃദയത്തിന്റെ ധന്യത അത് ലഭ്യമല്ല. ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾ അത് കാഫിറിനും മൂമിനുകൾക്ക് ഒരുപോലെ കിട്ടും. ചിലപ്പം വിശ്വാസികളെക്കാൾ അനുഗ്രഹങ്ങൾ ചിലപ്പോൾ അവിശ്വാസികൾക്ക് കിട്ടിയേക്കാം. പക്ഷെ ഹൃദയത്തിന്റെ ധന്യതയുണ്ടല്ലോ, ആ ധന്യത ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാനും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹം വെച്ച് പുലർത്തുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരന്മാർ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനെ കൊള്ള സഹായം തേടണം. വലിയ വാക്കാണത്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനെ കൊള്ള സഹായം തേടണം. നമ്മൾ എത്ര നിസ്കാരക്കാരാണ് അല്ലെ? നിസ്കാരം കൊണ്ട് അള്ളാഹുവിനെ സഹായം തേടാം, ക്ഷമ കൊണ്ട് അള്ളാഹുവിനെ കൊള്ള സഹായം തേടാം. അത് ആർക്കും മാത്രം ലഭ്യമാകുന്ന സംഗതിയാണെന്ന് അറിയാമോ? അള്ളാഹുവിൽ ഭയഭക്തി വെച്ച് പുലർത്തുന്നവർക്കല്ലാതെ അത് സാധ്യമല്ല എന്നാണ്. നിസ്കാരമുണ്ട്, നമ്മുടെ ഹറാമുകൾക്ക് ഒരു കുറവുമില്ല. നിസ്കാരമുണ്ട്, നമ്മുടെ ദുസ്വഭാവങ്ങൾക്ക് ഒരു കുറവുമില്ല. നിസ്കാരമുണ്ട്, നമ്മുടെ പെരുമാറ്റ മര്യാദകൾക്ക് ഒരു വ്യതിയാനവുമില്ല, ഒരു ക്ഷമയും നമുക്കില്ല. സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അത് ആർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ? അള്ളാഹുവിൽ ഭയഭക്തി വെച്ച് പുലർത്തുന്നവർക്ക് മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞ അവരുടെ നിസ്കാരം എന്താണ്? അത് യാന്ത്രികമല്ല. അവരുടെ നോമ്പ് എങ്ങനെയായിരിക്കും? അത് യാന്ത്രികമല്ല. അവരുടെ ഹജ്ജ് എങ്ങനെയായിരിക്കും? അതൊരു യാന്ത്രികമല്ല. അവരുടെ ഉംറ എങ്ങനെയായിരിക്കും? അതൊരു കേവലം യാന്ത്രികമല്ല. അള്ളാഹുവിൽ ഭയഭക്തി വെച്ച് പുലർത്തുന്നവരിൽ നിന്നുണ്ടാകുന്നതാകട്ടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും, നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാവും, നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ മാറ്റമുണ്ടാവും, നമ്മുടെ കൊടുത്തു തീർക്കുന്ന കാര്യങ്ങളിലും ഇടപാടുകളിലും എല്ലാറ്റിലും മാറ്റമുണ്ടാവും. ആരിൽ? നല്ല നിസ്കാരക്കാർക്ക് എന്ന് പറയുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇബാദത്തുകൾ നിശ്ചയിച്ചു തന്നത്, നമുക്ക് നോമ്പ് നിശ്ചയിച്ചു തന്നത്, നമുക്ക് നിസ്കാരം നിശ്ചയിച്ചു തന്നത് അള്ളാഹുമായി സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൃദയങ്ങളിലെ കേടുപാടുകൾ റിപ്പയർ ചെയ്തവർക്കല്ലാതെ അത് സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് ആഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, അസ്ലുൽ ഖുശൂ ലീനുൽ ഖൽബ്. അതെ, ഭയഭക്തി എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ മൃദുത്വമാണ്.
വറിക്കതഹു അതിന്റെ സൗമ്യതയാണ്, വസുകൂനഹു വഖുദൂഅഹു അതിന്റെ നിശ്ചലതയാണ്, അത് കീഴ്പ്പെടലാണ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചായി കാണാൻ സാധിക്കും. ഭയഭക്തി എന്ന് പറഞ്ഞത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. വൈദാ ഖുശൂഖൽ ഖൽബു തബിയു ഖുശൂഖു ജമീഇൽ ജവാരിഹി വൽ അഗ്ലാ ഭയഭക്തിയുള്ള ഒരാളുടെ കൈകളിലും അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളിലൊക്കെയും ആ ഭയഭക്തി പ്രകടമാകും. അതൊക്കെയും അതിനെ ഫോളോ ചെയ്യുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഭയഭക്തി വെച്ച് പുലർത്തുന്ന ആളുടെ നാവിൽ നിന്ന് മോശം വാക്കുകൾ വരികയില്ല. അള്ളാഹുവിൽ ഭയഭക്തി വെച്ച് പുലർത്തുന്ന ഒരാളുടെ സ്വഭാവ രീതിയിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ വരികയില്ല. അയാളുടെ കണ്ണുകളിൽ നിന്ന് മോശമായ നോട്ടങ്ങൾ ഉണ്ടാകുകയില്ല. അയാളുടെ കൈകളിൽ നിന്ന് മോശമായി പ്രവർത്തിക്കുകയില്ല എന്ന. അതുകൊണ്ട് തന്നെയാണ് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, ലൈസൽ ഖായിഫു മൻ ബക വഅസറ ഐനൈൻ. ഭയഭക്തികൾ എന്നാൽ കരയുകയും കണ്ണുകൾ ചുവപ്പിക്കുന്നവനുമല്ല. നിസ്കാരത്തിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കരയ. രണ്ട് തരത്തിലുള്ള കരച്ചിലുണ്ട്. ഒന്ന് അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ള കരച്ചിൽ, രണ്ടാമത്തത് എൻ്റെ ഖുർആനിക പാരായണത്തിന്റെ ഈണത്തിന്റെ ഭംഗി കൂട്ടാനുള്ള കരച്ചിൽ. അല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് തന്നെ കരയുക എന്നതല്ല എന്തെന്ന് ഭയഭക്തി എന്ന് പറഞ്ഞാൽ, മറിച്ച് ഒരാൾക്ക് ഹറാമ് ചെയ്യാൻ പറ്റും, അയാൾക്ക് എല്ലാ അവസരവും ഉണ്ട്. പക്ഷെ അയാള് മനസ്സ് കൊതിക്കുന്ന ഹറാമുകൾ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടും അത് വെടിയുന്നവനാണ് അള്ളാഹുവിൽ ഭയഭക്തി ഉണ്ടാകുക എന്നതിൻ്റെ അടിസ്ഥാനം എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, തൻ്റെ റബ്ബിൻ്റെ സന്നദ്ധിയെ ഭയപ്പെട്ടവന് രണ്ട് സ്വർഗമുണ്ട് എന്നാണ്. തൻ്റെ റബ്ബിൻ്റെ സന്നദ്ധിയെ ഭയപ്പെട്ടവന് രണ്ട് സ്വർഗമുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ ഭയന്ന് കൊണ്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന രീതികളായി മാറ്റി പരിവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരായി തീരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഇപ്പം നമ്മളൊക്കെ നോമ്പ് വരികയാണ്. നോമ്പ് നോക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മളൊക്കെ നടത്തിയിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്, മഹത്തരമായ കാര്യമാണ്. എന്നാൽ മുസ്ലിങ്ങൾ നിസ്കാരത്തിൽ അവർ ശ്രദ്ധിക്കുന്നവരാണ്. പരമാവധി നമ്മളെ കേരളത്തിലൊക്കെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ പരമാവധി കുറച്ച് ഇസ്ലാമിക വിശ്വാസവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തിയുള്ളവരൊക്കെ വെച്ച് പുലർത്തുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങളിൽപ്പെട്ടതാണ് 5 നേരത്തെ നിസ്കാരം വെച്ച് പുലർത്തുക എന്നുള്ളത്. ഉത്തരേന്ത്യയിൽ അവിടെയൊക്കെ താമസിക്കുന്ന മുസ്ലിങ്ങളെക്കാൾ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ അതിൽ എത്രയോ മുന്നേറ്റമുള്ളവരാണ്. അവർ വളരെ മുമ്പിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഉംറ നമ്മൾ കിട്ടിയ ചാൻസിലൊക്കെ ചെയ്യാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്, മറ്റുള്ള സൽക്രമങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മിൽ നിന്ന് അധിക പേരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മഹത്തായ സൽക്രമമാണ് സക്കാത്ത്. അതിന് മാത്രം എത്രമാത്രം സൂക്ഷ്മത നമ്മൾ വെച്ച് പുലർത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഖുർആനിൽ സക്കാത്തിൽ പരാമർശിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചാൽ 4 സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി 28 സ്ഥലങ്ങളിലും നിസ്കാരത്തോട് ചേർത്തിട്ടാണ് സക്കാത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. 28 സ്ഥലത്ത് നിസ്കാരത്തിനോട് ചേർത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 4 സ്ഥലത്ത് മാത്രം നിസ്കാരത്തെ പറ്റി മാത്രം പറഞ്ഞു. ഇത് തന്നെ സക്കാത്തിന്റെ ഗൗരവമാണ് നമ്മെ അറിയിക്കുന്നത്. ഒരു മനുഷ്യന് പടച്ചവനുമായുള്ള കടമകൾ പ്രധാനമായിട്ട് നിസ്കാരത്തിലൂടെ തീർക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ പടപ്പുകളിൽ കടമകളുണ്ട് ഒരു മനുഷ്യന്. ആ പടപ്പുകളോടുള്ള കടമകൾ എങ്ങനെ നിർവഹിക്കുക? അത് സക്കാത്ത് വഴിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൈലുൽ മുശ്രിക്കീൻ, ശിർക്ക് വെക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടയാളമായി പറഞ്ഞറിയാം, അല്ലദീന ലാ യുഅ്തൂന സക്കാ, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്, പങ്കു ചേർക്കുന്നവർ. അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്ന ആളെ പറ്റി പറയാം, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകത്തെ നിഷേധിക്കുന്നവരാണ്. സത്യമല്ലേ? പരലോകത്തെ നിഷേധിക്കുക, സക്കാത്ത് കൊടുക്കാതിരിക്കുക, അവർക്ക് നാശം, അവരാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞ വിശ്വാസികളുടെ ഗുണമോ? ഒരിക്കലും സക്കാത്ത് കൊടുക്കാത്തവരായി വിശ്വാസികൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറഞ്ഞെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ ഉണ്ടാകേണ്ട പടപ്പുകളിലുള്ള ബാധ്യത അത് എടുത്തു പറയാനുണ്ടായിരുന്ന കാരണം
സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട്. സക്കാത്ത് കൊടുക്കാഞ്ഞാൽ വലം യംനഖു സക്കാത്ത അംവാലിക്കും ഇല്ലാ മുനിയൽ ഖത്റ മിനസ് സമാ, ആകാശത്ത് മഴകൾ തടയപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലൗൽ ബഹായിമുൽ യംതറു, മൃഗങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, കന്നുകാലികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ മഴ വർഷിക്കുമായിരുന്നേ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കാര്യത്തിൽ കാണാം. ഇപ്പോൾ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സമൂഹം സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ മാ മനഅ ഖൗമുൻ സക്കാത്ത് ഇല്ലാ ഇബ്തിലാഖുമുല്ലാഹു ബിസ്സിനീൻ, സക്കാത്ത് കൊടുക്കാത്ത ഖൗമിനെ പ്രകൃതി വിപത്തുകളിലൂടെ അല്ലെങ്കിൽ വരൾച്ചയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാർ, ഇത്രമാത്രം മഹത്വമേറിയ ഒരു കർമ്മമാണ് ഇസ്ലാമിൽ സക്കാത്ത് എന്ന്. അതിൻ്റെ പരിണിത ഫലങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുമുണ്ട്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥകളിൽ നിന്ന് പോലും സമൂഹത്തെ ഡയലൂട്ട് ചെയ്യാൻ, മാറ്റി തീർക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ന് അറിയപ്പെടുന്ന പേര് പോലും തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകേണ്ട എന്നൊരു വാദം. ആഭരണങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന സ്വർണം അല്ലെങ്കിൽ വെള്ളി ആഭരണം, അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ട എന്നുള്ള വാദം. ഒരിക്കൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവരുടെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ദഖല അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഗ ഫിദിഹി ഫതഖതാനു മിൻ വറഖി, അപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളി കൊണ്ടുള്ള വളകൾ കണ്ടു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, മാ ഹാദാ യാ ആയിഷ, ആയിഷ ഇതെന്താണ് വെള്ളി കൊണ്ടുള്ള ആഭരണം കാണുന്നു? അപ്പൊ അവര് പറഞ്ഞു, ഫഖുൽതു സനഅതു അതസയ്യനു ലക യാ റസൂലല്ലാഹ്, നിങ്ങളെ മുന്നിൽ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ അണിഞ്ഞൊരുങ്ങിയതാണ്, ഒരു സീനത്ത്, ഒരു കാഴ്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അണിഞ്ഞൊരുങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുഅദ്ദീന സകാതഹുൻ, അതിന് നീ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ മഹദി പറഞ്ഞില്ല. എങ്കിൽ അത് മാത്രം മതി നിനക്ക് നരകം ലഭിക്കാനെന്ന, അത് മാത്രം മതി നിനക്ക് നരകം ലഭിക്കാനെന്ന. മറ്റൊരിക്കലേ അംർ ഇബ്നു ശുഐബ് അദ്ദേഹത്തിന്റെ പിതാമഹിൽ നിന്നും അദ്ദേഹത്തിന്റെ പിതാമഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു സ്ത്രീ വന്നു. അവരുടെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയിൽ സ്വർണം കൊണ്ടുള്ള 2 വളകൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, അതഅതീന സകാത ഹാദാ, ഇതിന് നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല. എങ്കിലേ അന്ത്യനാളിൽ അള്ളാഹു തീ കൊണ്ടുള്ള 2 വളകൾ അണിയിക്കുന്നതിൽ നീ സന്തോഷിക്കുക എന്ന് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അണിഞ്ഞ ആഭരണം, കുട്ടി അണിഞ്ഞ 2 സ്വർണ്ണ വളകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ചോദിക്കാൻ, നീ അതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞില്ല. എങ്കിൽ നരകത്തെ കാത്തോ, നരകത്തെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അതിൽ നിന്ന് വളകൾ എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ ഒരാളായ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ സ്വർണത്തിന്റെ തളകൾ ധരിക്കാറുണ്ടായിരുന്നു. എങ്ങനെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, ഇത് കൻസിൽ പെടുമോ? കൻസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിധിയായി വെച്ച നിക്ഷേപത്തിനാണ് കൻസ് എന്ന് പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്നറിയോ, നീ അതിൽ നിന്നുള്ള വിഹിതമായ സക്കാത്തിന്റെ വിഹിതം വന്ന് അങ്ങനെ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ മാ ബലഗ അൻ തുഅത്തി സകാത്തുഹു ഫദക ഫലൈസ ബികൻസ്, അതിന്റെ സക്കാത്തിന്റെ വിഹിതം വന്നാൽ, അതിന്റെ പരിധി വന്നാൽ അതിൽ നിന്ന് നീ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൻസിൽ പെടുകയില്ല. അതിന് സക്കാത്ത് അതിന്റെ പരിധി വരികയും സക്കാത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിലോ അത് കൻസിൽ പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അബൂദാവൂദ് ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. 2 സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അവർ 2 പേരുടെ കയ്യിൽ 2 സ്വർണ്ണ വളയുണ്ടായിരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, ഇതേ ചോദ്യം, നിങ്ങൾ ഇതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അവർ പറഞ്ഞില്ല, അള്ളാഹുവിന്റെ പ്രവാചകരെ. എങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വ തആല തീ കൊണ്ടുള്ള 2 വളകൾ അണിയിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഷുഐബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഗവർണറായിരുന്ന അബൂ മുസൽ അശ്ശരിയോട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള മുസ്ലിം സ്ത്രീകളോട് അവരുടെ ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകാൻ കൽപ്പിക്കണം എന്ന് എഴുതിക്കൊണ്ട് പ്രത്യേകമായ എഴുത്ത്
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എഴുതിയിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ട്, അതിൻ്റെ പരിധികളുണ്ട്, അതിൻ്റെതായ നിശ്ചയിക്കപ്പെട്ട രീതികളുണ്ട്. സഹോദരന്മാരെ, അതാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായ വശം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിധികളെത്തിയവർ അതിൻ്റെ സക്കാത്ത് കൊടുത്ത് വീട്ടാൻ വേണ്ടി അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് സൂക്ഷ്മമായ വശം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റമളാനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന ആത്യന്തികമായ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. മറിച്ച് അത് ഏതെങ്കിലും ഒരു തരത്തിൽ യാന്ത്രികമായ രീതിയിലുള്ള ഒരു നോമ്പായി കണക്കാക്കിക്കൊണ്ടുള്ളൊരു നോമ്പാകരുത് ഈ റമളാൻ നമ്മൾ കണക്കാക്കേണ്ടത് എന്നാണ് ആത്യന്തികമായി ഒന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നിസ്കാരത്തിൽ നമ്മൾ കാണിക്കുന്ന സൂക്ഷ്മത, നോമ്പിൽ നമ്മൾ കാണിക്കുന്ന സൂക്ഷ്മത നമ്മൾ സക്കാത്തിന് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കാരണം എത്രയോ പണം ചിലപ്പോൾ ബാങ്കിൽ അതിൻ്റെ ഹൗല് തികഞ്ഞിട്ട് ഹൗല് തികഞ്ഞിട്ടും സ്വന്തമായ നിക്ഷേപങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അതൊക്കെ അത് നിശ്ചിതമായ രീതിയിൽ കണക്കാക്കി കൊടുത്തു വീട്ടേണ്ടവർക്ക് അതിനൊരു സംഘമുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു വീട്ടാനുള്ള പ്രത്യേകമായ ശ്രദ്ധ വെച്ച് പുലർത്തണം എന്ന രീതിയിലാണ് ഇവിടെ വസിയത്ത് ചെയ്യാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നുള്ള എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി പ്രത്യേകമായ ശ്രദ്ധ പുലർത്തുക, സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുക, എല്ലാ മതത്തിൽ ഉണ്ടാക്കുന്ന പുതിയ വിധികത്തെ ആചാരങ്ങൾ അനാചാരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക, കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവർ നമുക്കിടയിലുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുക. ഇഖ്ലാസോടുകൂടിയും പ്രതിഫലിച്ചോടുകൂടിയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, അതുപോലെ തന്നെ വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് സാധാ മരുന്നുകളല്ലാത്ത മറ്റു അവസ്ഥകൾ ഉപയോഗിക്കേണ്ടി വരുന്ന ദുർഘടമായ അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയെ തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന അവസ്ഥകളാക്കി സമയമാക്കി നമ്മളെവരെ നീ മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി